ആ ഇടുക്കി ഡാമിനോട് ചേർന്ന് പോലും നല്ല പൂന്തോട്ടങ്ങളാണ് ഉള്ളത്. കണ്ടോ, ഇത് ഇടുക്കി ഡാമിൻ്റെ ഭാഗമാണ്. ആർച്ച് ഡാമിനോട് ചേർന്നുള്ള ഭാഗങ്ങളാണ്. ഇതുപോലെ പൂക്കളും ചെടികളുമായിട്ടാണ്. ഇതുകൊണ്ട് നല്ല രസകരമായിട്ടാണ് ഇവിടെ പ്രദേശം നോക്കി. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലിങ്ങനെ പൂക്കളാൽ തന്നെയാണ്. ഇതുപോലെ നല്ല മനോഹരതയാണ്. കേട്ടോ, മുന്നോട്ട് കാണിക്കാവേ. സ്നേഹമുള്ളവർ, ഇവിടെ വരുന്നവരാരും പെട്ടെന്ന് പോകാമെന്ന് കരുതി വരരുത്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ഒരു 4 മണിക്കൂറോളെങ്കിലും സമയം വേണ്ടി വരും. കാരണം കുറഞ്ഞത് 2 മണിക്കൂർ സമയമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മുഴുവനും കണ്ടു പോകാൻ പറ്റുകയുള്ളൂ. മുഴുവൻ ഇഷ്ടംപോലെ പൂന്തോട്ടമായിട്ട് കിടക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് എത്ര രസകരമായ സ്ഥലമാണെന്നറിയോ. ഇവിടെ വരുന്നതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് കരുതി ഒന്നും പറ്റത്തില്ല. കാരണം നമ്മൾ കണ്ട് തീരത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരികയാണെങ്കിൽ കാണാനൊക്കെ പറ്റും. ഇടുക്കി ഡാമിൻ്റെ അടുത്ത് വന്നാൽ മതി. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ഇത് റോപ്പിലൂടെ സൈക്കിൾ പോകാനായിട്ടാണ്. ഇവിടുന്ന് റോപ്പിലൂടെ സൈക്കിളിൻ്റെ ഇതുള്ളതാണേ. രസകരമായ സ്ഥലമാണ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി രസമാണ്. സൈക്കിള് ഒക്കെ പോകേണ്ടവർക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഈ റോപ്പിലൂടെ സൈക്കിൾ പോകുന്നത്. അവിടം വരെ സൈക്കിളിലൊക്കെ പോകാൻ പറ്റും റോപ്പിലൂടെ. അതുമാത്രമേ കുട്ടികൾക്കുള്ള ഊഞ്ഞാൽത്തൊട്ടിലൊക്കെ ഉണ്ടതുണ്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഉണ്ട് കേട്ടോ ഊഞ്ഞാലൊക്കെ. ഇതാണ് റോപ്പിലൂടെ സൈക്കിൾ പോകുന്നതാണ്. സൈക്കിളിൽ ആരും ഇല്ല. അതുകൊണ്ട് നമുക്ക് വലിയവർക്കോ പിള്ളേർക്കൊക്കെ റോപ്പിലൂടെ സൈക്കിളിലൊക്കെ പോകാനായിട്ടൊക്കെ പറ്റും. ഇവിടെ ഇതുണ്ടോ, അടിയിൽ വെള്ളമാണ്, പേടിക്കാനൊന്നുമില്ല. എല്ലാ സൗകര്യവും ഉണ്ട്. കണ്ടോ, നല്ല രസമാണ്. സൈക്കിളിൽ കയറി ഇരുന്നാൽ മതി. റോപ്പ് കൂടുതൽ 2 സൈഡിലും മുകളിലും താഴെ റോപ്പിലാണ് നിൽക്കുന്നത്. നല്ല ഏരിയയാണ്. നിങ്ങൾക്ക് പിള്ളേരും ഫാമിലിയായിട്ട് വരാനും കൂട്ടുകാർക്ക് വരാനും സ്കൂൾ കുട്ടികൾക്ക് വരാനൊക്കെ പറ്റിയ ഏരിയയാണ്. എല്ലാത്തിനും ഓരോന്നിനും ഓരോ ചാർജാണ് വെച്ചേക്കുന്നത്. ഇതുകൊണ്ട് നല്ല മനോഹരതയല്ലേ. ഇവിടെ വരാതെ പോകരുത്. നമ്മുടെ തൊടുപുഴയിൽ നിന്ന് വരുവാണെങ്കിൽ കളക്ടറേറ്റ് കഴിഞ്ഞ് 1 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പാർക്കിങ്ങുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയത്തെ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അതൊരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ വലത്തോട്ടുള്ള വഴിയാണ്. അങ്ങോട്ട് കയറി വന്നാൽ മതി. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിള്ളേർക്കുള്ള കാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ലഘുഭക്ഷണ ശാലയുണ്ട്, കടകളുണ്ട്, ഇതുപോലെ പാർക്കിങ്ങുകളുണ്ട്. അതുമാത്രമല്ല ഇടുക്കി ഡാം മുഴുവനും കാണാൻ പറ്റും. അതുപോലെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും കാണാൻ നല്ല രസകരമായ ഏരിയയാണ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇന്ന് എത്ര കണ്ടാലും കൊതി തീരാത്ത ഒരു സ്ഥലമാണ്. ഇതിന് കുഞ്ഞു പിള്ളേർക്ക് ഊഞ്ഞാൽത്തൊട്ടിലുണ്ട്, മരത്തിലുള്ള ഊഞ്ഞാലുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി രസമാണെന്നറിയോ. ഇവിടെ വന്ന് പറഞ്ഞാൽ തീരാത്ത പോലെ രസകരമുണ്ട്. അത്യാവശ്യം നമുക്ക് ഭംഗിയായിട്ട് ഇവിടെ വന്ന് കണ്ട് കേട്ടൊക്കെ പോകാൻ പറ്റും. ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇതുകൊണ്ട് ഒരു സൈക്കിളിരിക്കുന്നത്. ഏറ്റവും രസകരമായ ഒരു ഏരിയയാണ്. പൂക്കളാൽ അലങ്കരിച്ചൊരു ഏരിയയാണ് കേട്ടോ. എല്ലാവരും കാണണം. ഇവിടെയൊക്കെ ഇടിക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ ഒന്ന് കണ്ടിട്ടൊക്കെ പോകാവുള്ളൂ. പ്രത്യേകിച്ചും ഗസ്റ്റ് ഹൗസിൻ്റെ മുകളിലോട്ടുള്ള വഴിയിലാണ് ഈ പാർക്കിങ്ങൾ മുഴുവനും ഉള്ളത്. ഇത് പിള്ളേർക്കും വലിയവർക്കും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാണാനും കേൾക്കാനും ഒക്കെ നല്ല രസമാണ്.
ഇന്ന് രസമുള്ള ഏറിയെന്ന് നോക്കിയാൽ അല്ലേ, എന്നാ മനോഹരതയാണ്. ഈ കൊട്ടവഞ്ചിയിലും ഈ റോപ്പിങ്ങുള്ള സൈക്കിളിൽ യാത്രയിലും അതുമാത്രമല്ല, പിള്ളേർക്കുള്ള ഊഞ്ഞാലിത്തൊട്ടുണ്ട്, വലിയവർക്കുള്ള ഊഞ്ഞാലിത്തൊട്ടിലുണ്ട്, എല്ലാവിധ സൗകര്യമുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറുന്ന ഇടുക്കി ഡാമിൻ്റെ പ്രദേശം മുഴുവനും കാണാം. ഏറ്റവും ഉയരമുള്ളൊരു മലയുടെ മണ്ടയിലാണിത്. രസമല്ലേ? എത്ര മനോഹരമായ സ്ഥലമെന്ന് നോക്കിയേ. ഇവിടെ വരുമ്പം, ഇടുക്കി വരുമ്പോൾ ആരും ഇവിടെ വരാതെ പോകരുത്. ഒത്തിരിയേറെ മനോഹരത നിറഞ്ഞൊരു രസകരമായ സ്ഥലമാണ്. ഇവിടെ വരുന്നാൽ സമയം പോകുന്ന അറിയില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ടൊന്ന് കയറുന്നുണ്ടോ? ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറുവാണെങ്കിൽ അതിനൊക്കെ രസമാണ്. ഇതിങ്ങനെ വളഞ്ഞ സ്റ്റെപ്പ് പടികളാണേ. നമ്മൾ നമുക്ക് കണ്ടോ, ആർച്ച് ഡാമിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടോ ഈ ഡാം വഴി തന്നെ പോയിട്ട് ആ വഴി കയറി വട്ടം കറങ്ങി ആ മല ചുറ്റി കുറവമലയിലേക്ക് വന്ന്, ആ വരുന്ന കുറവമലയിലേക്ക് വന്ന് കഴിയുമ്പോഴാണ് ഇതുണ്ടോ, ഈ കുറവമലയാണിത്. ഈ കുറവമല വരുമ്പോഴാണ് ആർച്ച് ഡാം ആരംഭിക്കുന്നത്. അങ്ങനെ ആർച്ച് ഡാം വന്ന് ഈ കൊറത്തുമലയിലേക്ക് മുട്ടുന്നത്. ഇതുണ്ടോ, ഈ മല മുഴുവനും കറങ്ങി ഇതുകൊണ്ട് ഈ പ്രദേശം മുഴുവനും കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും, വലിയവർ പ്രായമോ കുഞ്ഞുങ്ങളോ ഒന്നുമല്ല, എല്ലാവർക്കും വന്ന് കാണാനും രസിക്കാനും ഒക്കെ പറ്റിയ ഏരിയയാണ്. നല്ല രസമല്ലേ? ഇത് മാത്രമല്ല, ഇനി തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇതുപോലെ രസകരമായ ഏരിയയാണ്. അതുമാത്രമല്ല, പൂച്ചയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ എലിശല്യമൊന്നുമില്ല, അത് പൂച്ചയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അത്യാവശ്യം വർത്തമാനം പറയാനിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒക്കെ വിശ്രമിക്കാനൊക്കെ പറ്റിയ ഏരിയയാണ്. അതിലും രസമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വായു കിട്ടും. കാരണം ഒരു പുകയോ കാറ്റോ, അധികം പുകയോ പൊടിമലിനങ്ങളോ വിഷവായുവോ വിഷക്കാറ്റോ ഒന്നുമില്ല. ഇവിടെ നല്ല ഒറിജിനൽ നമുക്ക് വായു കിട്ടുന്ന ഏരിയയാണ്. കാരണം ഒന്ന്, ഡാമിനോട് ചേർന്ന പ്രദേശം, ഉയരം കൂടിയ പ്രദേശം, കിലോമീറ്ററോളം വനഭൂമി, അതിനോട് ചേർന്ന് നല്ല നല്ല പൂക്കൾ, നല്ല രസമുള്ള ഏരിയ. ഇവിടെ ഒരു മണിക്കൂർ നിന്നാൽ മതി നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് നല്ല വായു ശ്വസിക്കാൻ പറ്റിയ ഏരിയ. കാരണം വാഹനങ്ങളുടെ സൗണ്ട് അധികമില്ല, ശല്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല വായു കിട്ടും, നല്ല മനോഹരമായ സുഗന്ധ പൂക്കളുടെ മണമുണ്ട്, നല്ല രസമാണ്. ജീവിതത്തിൽ നമുക്ക് നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും പറ്റിയ സ്ഥലങ്ങൾ. കാരണം നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി സന്തോഷം, ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. ഓക്കെ സുഹൃത്തുക്കളെ, എല്ലാവരും വരണം കേട്ടോ.
സ്നേഹമുള്ളവർ ഈ കാണുന്നതാണ് മെഡിക്കൽ കോളേജ്. അതിൻ്റെ താഴെ കാണുന്ന ചെറുതോണി ടൗണാണ്. കണ്ടോ, ചെറുതോണി ടൗണാണ് കാണുന്നത്. എത്ര ഭംഗിയാണെന്ന് നോക്കിയേ. ഇത്രയും ദൂരമേ ഉള്ളൂ, കണ്ടോ.